വീക്ഷക സദസ്സിന് ഞങ്ങളുടെ വിനീത നമസ്കാരം. ബഹുമാന്യരെ, വിവാഹദൂർത്ത് കാരണം കടക്കണിയിലായ നമ്മിൽ ഒരുവന്റെ കഥയാണിത്. ഒട്ടും അതിശയോക്തിയില്ലാത്ത കഥ. വരവറിയാതെ ചെലവഴിച്ച് കടക്കണിയിൽ അകപ്പെട്ട ഒരു സാധാരണക്കാരന്റെ കഥ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന യാഥാർത്ഥ്യം ഏറെ വൈകി ബോധ്യപ്പെടുന്ന, കടത്തിന്റെ നിലയില്ലാ കയത്തിൽ നിന്നും കരകയറാനാവാതെ വിലപിക്കുന്ന ഒരു നവവരന്റെയും കുടുംബത്തിന്റെയും വേദന നിങ്ങളെ അലോസരപ്പെടുത്തുന്നു എങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നിങ്ങളുടെ ശ്രദ്ധാപൂർണമായ വീക്ഷണവും നിറഞ്ഞ മനസ്സിന്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഹരഹര മഹാദേവ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അവതരിപ്പിക്കുന്നു വകയിൽ ഒരു കുഞ്ഞപ്പ പറഞ്ഞു. ചങ്ങായിമാരെ, കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ. പെയിന്റ് ഒക്കെ തീർത്തിട്ട് വേണം ഓർക്ക് പണ്ടപ്പണി തുടങ്ങാൻ. മാധവ, വെളിച്ചം വരാണ്ട് വേഗം നോക്ക്. നമുക്ക് കളറൊന്ന് മാറ്റിയാലോ? ചുവപ്പ് അടിച്ചാലോ? ചോപ്പ് വേണ്ട. ഈ ചോപ്പിൽ കുറച്ച് മഞ്ഞ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് അടിച്ചാള് കൂട്ടപ്പനാവും. അമ്മോ, എന്താ നിങ്ങളെ കളർ സെൻസ്? തലങ്ങള് വെയിലൊളിക്കരുതേ. എടോ വാസു, അമർത്തി വെച്ചാലേ പൂപ്പല് പോവുള്ളൂ. ചുമരിന് വേദനയൊന്നും ആവൂല. നേരെ തന്നെയാ. എത്ര ദിവസം നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ മുണ്ടാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ? എന്റെ കയ്യിന്റെ തോല് പൊളിഞ്ഞ് ഒരച്ചിട്ട് ഈ പണ്ടാരം പോണ്ടേ. ചായ കുടിച്ചോളിയേ. എങ്ങോട്ടാ? അല്ല, ചായ പോയി പണിയെടുക്കട. മമ്മൂഞ്ഞേ, ഈ നാട്ടില് വേറെ പെയിന്റിങ്ങാരെ കിട്ടാഞ്ഞിട്ടല്ല അന്നെ തന്നെ ഏൽപ്പിച്ചത്. ഇത്തിരി വൃത്തിയും വെടിപ്പുമായിട്ട് നിങ്ങൾ പണിയെടുത്തോളല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇത് തീർന്നിട്ട് വേണം കുഞ്ഞന്റെ പണിക്കാർക്ക് പന്തലിടാൻ തുടങ്ങാൻ. വേഗം നോക്കി. അല്ലക്കളെ, നിങ്ങൾ ഇങ്ങനെ തന്നെ എല്ലായിടത്തിലും പണിയെടുക്കല്? ലച്ചൂട്ടിയമ്മേ, നിങ്ങൾ ബേജാറാവണ്ട. ഇത് ഞമ്മള് പെട്ടെന്ന് തീർക്കും. എന്നാ പിന്നെ ചായ കുടിച്ചോളിടോ. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ടേ ബന്ധനാമി സുഭഗം ത്വം ജീവശരദശതം. ഇതാരപ്പാ? അല്ലല്ലേ ചോട്ടോ, ഇത് പാരാ. അല്ല, ഇങ്ങളിപ്പോ ആരാ? എന്താ പരിപാടി? അതൊക്കെ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കി തരാം. എങ്ങനെ? അങ്ങനെ ജീവിക്കാണ്ട് എടുക്കുന്ന പണിയെടുക്കടാ. എന്താ അപ്പൊ അത്രയ്ക്ക് ഇരിക്കാൻ? വൈകുന്നേരം ആവുമ്പോ 1000 എണ്ണി വാങ്ങണ്ടേ? ലച്ചുട്ടിയെ, എനിക്കൊന്ന് കുളിക്കണം. ഇച്ചിരി വെള്ളം ചൂടാക്കുക. അത് പിന്നെ എന്ത് പിന്നെ? ഓയ് വെള്ളം ചൂടാക്കുക. അല്ലോ മമ്മൂഞ്ഞ്, ഞമ്മൾ പേരെങ്ങനെ ഈ പയനറിഞ്ഞു? എന്തായാലും അതെ, 4-5 ദിവസം വകയിലൊരു അനന്തരവന്റെ കൂടെ ആയിരുന്നു താമസം. 6-ാം ദിവസം 1-2 പഴയ ഷർട്ടുകളും കുറച്ച് പണവും കയ്യിൽ തന്ന്, എന്താ കുഞ്ഞപ്പ മാമ ഇറങ്ങല്ലേ എന്നൊരു ചോദ്യം. ഇപ്പോഴിറങ്ങിയാൽ തെക്കോട്ടേക്കൊരു ബസ് ഉണ്ടെന്ന്. പിന്നെ അവിടെ നിന്നില്ല, ഇറങ്ങി. തെക്കോട്ടായാലും വടക്കോട്ടായാലും വേണ്ടില്ല, ബസ് കാത്തങ്ങനെ നിന്നു. അതാ വടക്കുന്നൊരു ബസ് വരുന്നു. അതില് കയറി ഏട്ടക്കുണ്ട് പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് അല്ലോ. അതെന്തേ? ടയറ് പൊട്ടി. അവിടെ കട. എന്നിട്ട് പിന്നൊന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. നിന്റെ ആരാപ്പൻ ലച്ചൂട്ടി? അടുത്ത കുടുംബല്ലേ? അതായത് നിന്റെ വല്യമ്മാവൻ കോയിക്കൽ കോമപ്പൻ എന്നവരുടെ മരുമകൻ അരവിന്ദാക്ഷന്റെ അളിയന്റെ അനിയത്തിയുടെ നാത്തൂനല്ലേ ലച്ചൂട്ടി? അടുത്ത ബന്ധല്ലേ? ആയതിനാൽ തിരുപ്പറമ്പത്ത് ലച്ചൂട്ടി മകൻ കണ്ണന്റെയും കോട്ടപ്പുറത്ത് അച്യുതൻ മകൻ രാധയുടെയും കല്യാണത്തിന് നിങ്ങളെ കുടുംബസമേതം ക്ഷണിക്കുന്നു. ഈ നാടകത്തിൽ
കല്യാണത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ. കുഞ്ഞപ്പ, വേലായുധൻ മാമ്പ്ര, കണ്ണൻ, പ്രദീപ് ഗുരുക്കൻ, സുധാകരൻ, സതീശൻ കേട്ടി, പെയിന്റർ വാസു, ഭക്തവത്സരൻ, പെയിന്റർ മാധവൻ, ദിനേശ് കാരന്തൂർ, മമ്മൂഞ്ഞി, സുരേഷ് ചോറ്റാനിക്കര, കുഞ്ഞൻ, സത്യരാജ്, ദാമു, വിശ്വനാഥ്, ഷിബു, വിഭീഷ് തച്ചോടക്കൽ, പഞ്ചായത്ത് മെമ്പർ അനിരുദ്ധൻ മനത്താനത്ത്, രാഘവൻ, സുധാകരൻ KC, രാധ, ലീന സത്യരാജ്, മൂത്തമ്മ നിഷ മോഹൻ, ലച്ചുട്ടി, പ്രീന സതീഷ് കുമാർ, കൂടാതെ ഹരഹര മഹാദേവന്റെ ഭക്തജനങ്ങൾ. അണിയറയിൽ പ്രവർത്തിച്ചവർ: ശബ്ദ സാന്നിധ്യം സോപാനം ബാബുരാജ്, സ്മിതേഷ് ആശ്രയം, ദീപാഞ്ജന മോഹൻ, രംഗവിധാനം വിശ്വനാഥൻ, ദീപവിധാനം ജനാർദ്ദനൻ ചെത്തുകടവ്, ചമയം സോപാനം ബാബുരാജ്, ശബ്ദലേഖനം രാജീവ് കൗതുകം, പശ്ചാത്തല സംഗീതം ജെറുസലേം സിനിമാസ്, ശബ്ദവും വെളിച്ചവും ശില്പ സൗണ്ട്സ് കുന്നമംഗലം, സാങ്കേതിക സഹായം ഷിജു VM, നാടകരചന പ്രദീപ് കുമാർ കാവുന്തറ, രംഗപാഠം സംവിധാനം വിജയൻ കാരന്തൂർ. എഴുതിയേ അടുപ്പത്തുള്ള അരിയും നോക്കണേ. ഓ ഞാൻ നോക്കിക്കോളാം. ഓ ഇവ ദേടെ പോയി കിടക്കുക. എണ്ണിയും കൊണ്ട് ഇനി 10-20 ദിവസേ കല്യാണത്തിനുള്ളൂ. ഒരു ചൂടുമില്ല ചെക്കന്, അതിന് പറ്റിയൊരു ചങ്ങായി. ഇവിടെ എന്തും പേറാൻ ഞാനൊരുത്തിണ്ടല്ലോ. ഓ അലക്കിട്ടത് മുഴുവൻ അയൽമലുണ്ട്, ആരോട് പറയാൻ. അങ്ങനെ തപാൽ അയക്കേണ്ട കത്തുകളെല്ലാം അയച്ചു കഴിഞ്ഞു. ഇനിയും പറയാൻ കുറെ സ്ഥലം ബാക്കിയുണ്ട്. ദിവസവും കുറവാ. അടിച്ച 1500 കത്തും തീർന്നു. അതെ, 1000 കത്തും കൂടെ ഉടനെ അടിക്കേണ്ടി വരും. ജില്ല അടക്കി ക്ഷണിക്കണം. വിവാഹ തലേന്നത്തെ ജനകീയ വിപ്ലവ മഹാസംഗമ സൽക്കാരം അടിപൊളിയാവണം. കറൻസികളിട്ട കവറുകൾ കൊണ്ട് നിന്റെ മേശ നിറയണം. കണ്ണന്റെ വിവാഹ മാമാങ്കത്തെ വെല്ലാൻ ഈ കുന്നമംഗലം പഞ്ചായത്തിൽ വേറൊന്നും ഉണ്ടാവരുത്. മതി മതി, നിർത്തിക്കാട്. നിന്റെ കല്യാണത്തെ പറ്റി പറയുമ്പോ എനിക്ക് ആവേശങ്ങളാണ് പതഞ്ഞു പൊതുക. അതെന്തിന്? എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതുപോലൊരു കല്യാണം സ്വപ്നത്തിൽ പോലും നടക്കില്ല. ഈ ലീസ്റ്റിലുള്ളതേ പെട്ടെന്ന് വാങ്ങണം, എന്നാലേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഓ വാങ്ങാം. കണ്ണ, നമുക്ക് തലേന്നൊരു ഗാനമേള വെച്ചാലോ? അതൊക്കെ വലിയ ചെലവല്ലേ? എന്ത് ചെലവ്? മ്യൂസിക് പാർട്ടി ഞാൻ കൊണ്ടുവരും. അവർക്ക് വയറിറച്ച് ഭക്ഷണം, പിന്നെ സ്മോളും. അതെ കണ്ണ, 16 വിചാരി, 6 ഇഞ്ച് ഗ്ലാസസ്കോ, മെഴുക് എല്ലാം എഴുതിയിട്ടുണ്ടേ. ശരി, വാങ്ങിക്കാം. പിന്നെ ഇന്ന് മണിയിറക്കി വാതുപൊളി വെക്കുന്ന ദിവസമാണ്. അതിന് കണ്ണ, ഈ ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കല്ലേ. ഓ മനസ്സിലായി. അത് വൈകുന്നേരല്ലേ, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. മേക്കിൽ തന്നെ കിട്ടുമോ നോക്കണേ. ഈ കണ്ട കാട്ടാക്കൂസാനൊക്കെ അടിച്ചാലേ എന്റെ കരലിന് കേടാ. സുധാര, എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്ക്. വീടിന് കുറ്റി അടിച്ചപ്പം മുതൽ തുടങ്ങിയതാ ഓരോ കാരണം പറഞ്ഞ് കുപ്പി പൊട്ടിക്കൽ. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, ഞാൻ പറഞ്ഞ ഗാനമേളന്റെ കാര്യം എന്തായി? നിനക്ക് നിർബന്ധമാണെങ്കിൽ ഗാനമേളയിൽ നമ്മൾ തലേന്റെ പരിപാടി നമ്മൾക്കും കൊഴുക്കട്ടെ. നീ എന്താ പറഞ്ഞത്? കൊഴുക്കട്ടെ. ഈ കൊഴുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അല്ല, തലേന്നത്തെ പാർട്ടിക്ക് കൊഴുക്കട്ടയും ചിക്കൻ ചില്ലി ആക്കിയാൽ എന്താ? അതിപ്പോ നമ്മൾ തീരുമാനിക്കണ്ട. എന്നാലത് ഭക്ഷണ കമ്പനി വിടാം അല്ലേ? അതെ അതെ, നീ ചെന്ന് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്ക്. മണിയറവാതിലിന് പൊളി വെക്കാൻ ഇത് മാത്രം പോരല്ലോ കണ്ണ. എന്താച്ചാ വാങ്ങിക്കൊടുക്ക്. ഇനി എന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. അല്ല കണ്ണ, അന്നേം കാത്ത് നമ്മൾ എത്ര നേരമായി നമ്മളെ പോരെ കുത്തിരിക്കുന്നു. ഞാൻ മമ്മൂക്കാനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. മമ്മൂഞ്ഞൊക്കെ ഇനി കല്യാണം കഴിയുന്നവരെ ഉണ്ടാവും.
എടോ ഇന്ന് ചെല്ലേ ആ സാധനം വാങ്ങിക്കൊടുക്ക്. അല്ല ഈ എങ്ങോട്ടാ? ഇല്ലാത്ത ലക്ഷത്ത് വന്ന എന്തെങ്കിലും തിന്നിട്ട് പോവാം. സുധാകര, കണ്ണന്റെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഇജ്ജ് ഒന്ന് തടിച്ച് കൊയ്ത്തിട്ടുണ്ടല്ലോ മോനെ. കണ്ണ് വെക്കല്ലേ മമ്മൂനിക്ക. അല്ല മമ്മൂനിക്ക, നിങ്ങൾ കൊണ്ടുവന്നിക്കുന്നോ? ഈ മമ്മൂഞ്ഞിന് ഒരു വാക്കേ ഉള്ളൂ. ഒരു വാക്ക് ഒരു പാപ്പ. പറഞ്ഞതാ. എന്നാ എണ്ണി നോക്ക്. നിങ്ങൾ എണ്ണിയതല്ലേ? കായ് ആര് തന്നാലും എണ്ണണം മോനെ. സ്വന്തം ബാപ്പയായാലും. ഇത് 10,000 ഉണ്ട്. ഇത് കൂട്ടി ഇപ്പൊ എത്തിരായി? 1,00,000. മോനെ കണ്ണ, ഒരു ജാമ്യം ഇല്ലാണ്ടാണ് ഇത്രയും കായ് നമ്മൾ അനക്ക് തരുന്നത്. മമ്മൂനിക്ക, വിശ്വാസം അതല്ലേ എല്ലാം. തലേന്നത്തെ പാർട്ടി കഴിഞ്ഞാൽ പണം ഞാൻ അങ്ങോട്ട് എണ്ണി തരൂലേ? മോനെ, നമ്മളെ നബീസാന്റെ നിക്കാഹിന് വേണ്ടി പറമ്പ് വിറ്റ് സ്വരുക്കൂട്ടി വെച്ച കായാണിത്. അത് പിന്നെ എനിക്കറിയാലോ. അത് ശരി. തലേന്നത്തെ കവറ് കണക്ക് കൂട്ടിയിട്ടാണ് അന്റെ കളി മുഴുവനും. അല്ല, എത്തിര കിട്ടും? അത് 5,00,000. അതാണ് പ്രതീക്ഷ. ഏ ഒറ്റ കുട്ടീനെയും വിട്ടുപോകാതെ കല്യാണം ക്ഷണിക്കണം. ഈ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കത്ത് ഞമ്മളെ കയ്യിൽ നിന്നുണ്ടാ. ഞമ്മക്ക് പരിചയമുള്ളവർക്കൊക്കെ അത് കൊടുക്കാലോ. ഇതിപ്പോ ഞമ്മളെയും കൂടി ആവശ്യല്ലേ? അതിനിപ്പോ അടിച്ച കത്തൊക്കെ തീർന്നു. വേഗം കുറച്ച് കത്തും കൂടി അടിക്ക് പറയാ. അല്ല മോനെ, കല്യാണത്തലേന്ന് എന്താ മാണ്ടിയെന്ന് തീരുമാനിച്ചോ? ഇല്ല, ഇന്ന് വൈകിട്ട് തീരുമാനിക്കും. ഞമ്മളും വരും. തീർച്ചയായും വരണം. വരും വരും എന്നുള്ളത് 100 വട്ടം. അന്റെ തിരക്കിന്റെ ഇടയിൽ എന്നോട് പറയാൻ വിട്ടുപോയെന്ന് ഞമ്മക്കറിയാം. സാരല്ല, വരേണ്ടത് ഇപ്പൊ ഞമ്മളെയും കൂടി ആവശ്യല്ലേ. എന്നാ പിന്നെ വൈകുന്നേരം കാണാം. ഓ ശരി. അല്ലടോ, സദ്യക്ക് ലിസ്റ്റ് ഇടാൻ ഈ മമ്മൂഞ്ഞിക്കാനെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചതല്ലടോ. മൂപ്പര് ഇങ്ങോട്ട് പറയുമ്പോ എന്താ ചെയ്യാ? പിന്നെ കല്യാണം കൂടാൻ ആൾക്കാർ ഇപ്പോഴേ എത്തി തുടങ്ങിയിട്ടോ. തമാശക്കാണെങ്കിലും ഒരാഴ്ച മുമ്പേ വരണം നമ്മൾ പറഞ്ഞിരിക്കുന്നല്ലോ. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അല്ല, ആരാ വന്നത്? അകത്തുണ്ട്, ചെന്ന് നോക്ക്. ഓ, ഭയങ്കര കത്തി. അടുത്താണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കില്ല. ഈ പ്രാവശ്യം പച്ചക്കറി വിത്ത് മുട്ടപ്പയ്യാ. അടുത്ത ഗ്രാമസഭ എന്ന് പേര് കൊടുത്തോളി. ശരി ശരി, ഞാൻ വിളിക്കേ. ഓക്കെ. സുധാര, എന്നെ ഗ്രാമസഭക്കൊന്നും കാണുന്നില്ല. കല്യാണത്തിന് തിരക്കല്ല പറയാൻ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എല്ലാം ഓർമ്മയുണ്ട്. ഗ്രാമസഭ, അയൽക്കൂട്ടം, വികസന സമിതി എല്ലാം ഓർമ്മയുണ്ടായാൽ മതി. എന്നാ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നില്ലേ? ഓ, ഇന്റെ തിരക്കും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുന്നല്ലേ. പിന്നെ 5 പവനുണ്ട്. ഇന്റെ വക ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് കാശ് ജ്വല്ലറി കൊടുത്താൽ മതി. മെമ്പറുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. അത് മതി, അത് മതി. അല്ല, കല്യാണത്തിന് എന്താ മെനു? ഇന്ന് വൈകിട്ട് തീരുമാനിക്കും. എത്ര മണിക്കാ? മണി എത്രയായാലും ഞാനും വരാം. വൈകുന്നേരേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. തീർച്ചയായും വരണം. എത്തും. എന്റെ വാർഡിലെ ഓരോ വോട്ടറുടെയും ഓരോ പ്രശ്നത്തിനും അവർക്കൊപ്പം ഞാനുണ്ടാവും. അത് ഇന്ന് നാട്ടിലെ ഓരോരുത്തർക്കും അറിയാവുന്നതല്ലേ. മെമ്പറെ തിരക്ക്. മെമ്പർ ഇരിക്കി, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കുടിക്കാലോ. മെമ്പറെ, നിങ്ങളൊന്ന് കാണണേ. അതിനെന്താ വാസു? അല്ല, എനിക്ക് കക്കൂസ് കിട്ടിയില്ലേ? അത് കിട്ടാത്ത ഒരുത്തം ഇവിടെ ഉണ്ട്. ഞമ്മളെ പേരേന്ന് 4 വോട്ടാണ് നമ്മൾ ചെയ്ത്. എന്നിട്ട് ഞമ്മളെ അപേക്ഷിച്ച് തള്ളി. അന്യം തെരഞ്ഞ് കുറച്ച് ദിവസമായി നമ്മൾ നടക്കുന്നത്. എവിടെ ഉണ്ട് കക്കൂസ്? അതൊക്കെ അർഹതപ്പെട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ശരി. വോട്ട് തുപ്പല് കൂട്ടി എണ്ണി വെക്കുമ്പോ ഇതൊന്നും അല്ലല്ലോ ഇജ്ജി പറഞ്ഞത്. സക്കാത്തിന് കക്കൂസ് കിട്ടാത്തനെ ഇന്റെ നേരെ ചാടണോ? ചാടണോ? മയ്യത്താവുന്നേരെ നമ്മൾ ചാടും. ഞമ്മക്കൊരു കക്കൂസ് ഈ അനുവദിച്ചില്ലെങ്കിൽ അന്റെ പേരയിലെ കക്കൂസിന്റെ മുമ്പിൽ ഞമ്മള് കുടുംബടക്കം സത്യാഗ്രഹം ചെയ്യും. ഞമ്മള് പോകാത്ത കക്കൂസിൽ ഇജ്ജും വേണ്ട. മമ്മൂഞ്ഞിനോടാ കളി. ഒന്ന് അങ്ങോട്ട് പിടിക്കും. തെങ്ങിന്റെ അപ്പുറത്തേക്ക് പിടിക്കുന്ന കളിക്കല്ലേ. എത്ര ഉണ്ട്? 90.
അല്ല, അത് 95 ആ റെഡി. ആ ശിവോ, ഇനി ആ കോമ്പ് തന്നു നോക്കാം. ആ വിറകൊന്ന് അങ്ങോട്ട് മാറ്റി പിടിക്കലോ. അപ്പൊ ശരിയാക്കി തരാം. ആ എത്ര ഉണ്ട്? 80. ഓക്കെ ഓക്കെ. അല്ല മോനെ, ഈ ആ ഈർച്ചക്കാരൻ കോയപ്പരീന്റെ മോനല്ലേ? എന്നാ സിബു ആയത്? ഇനി ഇങ്ങോട്ട് പിടിക്കാം. ഒന്ന് അങ്ങോട്ട് കയറ്റി പിടിച്ചോ. നടക്കുന്നത് നിങ്ങളല്ലാതെ ഈ മോയിന്റിനെയും കൊണ്ട് നടക്കോ? ഇപ്പൊ തന്നെ ഈ കാരണവരെ കാലൊടുക്കിയ ഈ സിബു വല്ലാത്തൊരു സിബു. നിങ്ങൾ പണി തീർത്തിട്ട് പോയിക്കോളിന്ന്. കുറെ ദിവസമായി നിങ്ങൾ ഇങ്ങനെ ഉരച്ചു കുത്തിരിക്കുന്നത്. ഈ മക്കള് നാശാക്കിയെടുത്ത് ടച്ച് ചെയ്യാൻ വന്നതാ, അല്ലാതെ ടച്ചപ്പിലല്ലടോ. ആ എത്രണ്ട്? 95. ശരി തന്നെയല്ലേ? ഓ അല്ല മോനെ, കലോത്സവത്തിന്റെ മാതിരി 2 നില പന്തലാ? അല്ല മുതലാളി, ഈ കോലളവ് കോലളവ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ കാലളവ് ആദ്യമായിട്ടാ. നല്ല പെരുങ്കാലും ഈ സിബുവിന്റെ കാല് വല്ലാത്തൊരു കാലും കിട്ടും. അല്ല ആരാ? ബോംബെ പന്തൽക്കം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രൊപ്പറേറ്റർ കുഞ്ഞൻ. കുഞ്ഞൻ വലിയ കുഞ്ഞനല്ലേ? ഇവിടെ പന്തലിന് ലൈറ്റ് ആൻഡ് സൗണ്ടിന് കരാർ മുതലാളിക്കുക. ആണോ? പണ്ടൊക്കെ പന്തലിടുക, സദ്യക്ക് വിളമ്പുക, അരയ്ക്കുക, ഇതൊക്കെ വേതനമില്ലാത്തൊരു സേവനായിരുന്നു. കാലം മാറിയപ്പോ കല്യാണവും മാറി. നിങ്ങൾക്കറിയോ, മുതലാളിന്റെ പന്തലും ഡെക്കറേഷനാണ് കല്യാണത്തിന് പറഞ്ഞാൽ തന്നെ അതൊരു പത്രാസ. കുഞ്ഞന്റെ പണക്കാരനാകാനുള്ള പകിട്ടും കണ്ണന്റെ പണമറിഞ്ഞുള്ള പത്രാസും കൂടി ആവുമ്പോ മംഗലം മാമാങ്കത്തിന് തുല്യാവും. അല്ല, കുഞ്ഞൻ വന്നിട്ട് കുളകരായോ? ഇല്ല, ഇപ്പൊ വന്നതേ. ഞാൻ പറഞ്ഞില്ല കണ്ണ, കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കുഞ്ഞൻ കണിശക്കാരൻ. സുധാര വാച അടിക്കാൻ നേരില്ല. എത്ര സ്ക്വയർ മീറ്റർ പന്തലാണ് ഉദ്ദേശിക്കുന്നത്? അതിപ്പോ സുധാര എത്ര വേണ്ടി വരും? നീ അത്യാവശ്യല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയാണ്. ശരി. അപ്പോ എന്താ ചോദിച്ചു? നമ്മുടെ പന്തലിന് സീറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി എത്ര വേണം? ഓ അതാണ്, 1000 പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം വേണം. 1000 ചെയർസ്, അതിന് വേണ്ട ടേബിൾസ്. മനസ്സിലായില്ല, അതിപ്പോ എന്തെന്നാ? എടാ മോയന്റെ കസേരന്റെ മേശന്റെ എണ്ണാണോ പറഞ്ഞത്? സുധാകര 1000 കസേരയൊക്കെ വേണോ? പിന്നെ വേണ്ടേ? ഒട്ടും പറയാൻ പാടില്ല. ശരിയാണ്, വേണ്ടിവരും. സുധാകര, കണ്ണനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇതിൽ കണ്ണന്റെ അഭിപ്രായത്തിന് ഒരു സ്ഥാനമില്ല. അവന്റേതല്ലേ കല്യാണം, അവന്റെ തീരുമാനം കൂടി അറിയണ്ടേ? റിസപ്ഷന്റെ മൊത്തം ചാർജ് എനിക്കാം. അലങ്കാരം കുറയ്ക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പോ കുഞ്ഞ, നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? 1000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. അതെ, പിന്നെ 10-200 പേർക്ക് പോലീസിനും കോടതിയും ഭയപ്പെടാതെ ചീട്ട് കളിക്കാനുള്ള ഇരിപ്പിടം, മേശ, വെളിച്ചം. ഓക്കെ, നെക്സ്റ്റ്. സുധാകര, എന്താ ഇത്? ഉത്സവപ്പറമ്പോ? അതെ, ഉത്സവം, കല്യാണ മഹോത്സവം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക കാരണവരെ. പിന്നെ വിപുലമായ ഒരു പാചകപ്പുര, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് തുടങ്ങിയ സകല സൗകര്യം. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ പന്തൽ ഒരു സ്റ്റേജ്. അതെന്തിനാ? തലേന്നത്തെ പാർട്ടിക്ക് അത്യുഗ്രം ഗാനം ഉണ്ടായിരിക്കുന്നതാണ്. ചിരിക്കുന്നോ? തലേന്നത്തെ പാർട്ടിക്ക് സംഗീത പ്രേമികളായ ചെറുപ്പക്കാർ തള്ളിക്കയറും. കവറുകളിൽ നിറഞ്ഞ കറൻസി കണ്ട് കണ്ണന്റെ കണ്ടുകുളിർക്കും. കളക്ഷൻ കൂമ്പാരമാവുമ്പോൾ കല്യാണം കെങ്കേമമാവും. സുധാകര, പറയൂ. പറഞ്ഞത് വെച്ച് നോക്കുമ്പോ പന്തലിന് ഈ സ്ഥലം മതിയാവൂല. അതിനെന്താ? തൊട്ടപ്പുറത്തെ കണാച്ചങ്ങടിയിൽ പറമ്പിലിടണം. എല്ലാം ഭംഗിയാവണം. അത് പിന്നെ പ്രത്യേകം പറയണം. പിന്നെ ഒരു കാര്യം, വാടക അഡ്വാൻസ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ബാക്കി പണം പന്തലഴിക്കും. നോ പ്രോബ്ലം. ഡെക്കറേഷൻ ഗ്രാൻഡ് ആവണം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ
കേട്ടല്ലോ, ബാക്കി പണം പന്തലേക്കുന്നു. എന്നാ പോവാ മുതലാളി. ശിവോ, come on. സുധാകര, വയസ്സ് 65 കഴിഞ്ഞു മോനെ എനിക്ക്. ഇക്കാലത്തിനിടയ്ക്ക് ഒരു കല്യാണത്തിനും ഇത്രയും വലിയൊരു ആർഭാടം ഞാൻ കണ്ടിട്ടില്ല. ആരും കാണാത്തത് കാണിക്കുമ്പോഴാണ് ഓരോ കല്യാണവും വ്യത്യസ്തമാകുന്നത്. കണ്ണന്റെ കല്യാണത്തെ കവച്ചു വെക്കാൻ ഈ നാട്ടിൽ മറ്റൊരു കല്യാണം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ ഡെക്കറേഷനും പബ്ലിസിറ്റിയും മദ്യവിതരണവും ഞാൻ ഏറ്റെടുത്തത്. മദ്യവിതരണോ? അതെ, തലേന്നത്തെ വെള്ളംകളി. വള്ളംകളി ഉണ്ടോ? വള്ളംകളി അല്ല കാരണവരെ, വെള്ളംകളി, വാട്ടീസടി. വാറ്റുകാരൻ വാപ്പുട്ടി സ്പെഷ്യൽ സാധനം വാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പക്കാരനൊരു നോക്കിക്കോ. ഇതേ ഗൾഫുകാരൻ പുഷ്പാകരന്റെ അലന്ന കല്യാണമല്ല, കച്ചവടക്കാരൻ മൊയമൂട്ടിന്റെ പിശുക്ക് കല്യാണമല്ല. ഇത് കണ്ണന്റെ കല്യാണ മാമാങ്കമാണ്. ഇതിന് വെല്ലാൻ ഈ നാട്ടിൽ മറ്റൊന്നും ഉണ്ടാവില്ല. ഇനി എനിക്ക് വിശ്രമമില്ല. ഈ കല്യാണ പന്തലിന്റെ കാലും കോലും എത്തേണ്ടിടത്ത് എത്തിച്ച് കണ്ണനെയും രാധേനെയും മണിയറയിൽ അടച്ച് ഈ സുധാകരന് വിശ്രമമുള്ളൂ. ഇത് സത്യം, സത്യം, സത്യം. ദൈവമേ, ഇത് ആരോടുള്ള പകതീർക്കലാണ്? കല്യാണത്തലേന്ന് കുടിച്ചു കൂത്താടിയും പണമെറിഞ്ഞ് ചൂതാടിയും നികൃഷ്ടമാക്കപ്പെട്ട ഒരു പന്തലിലേക്കാണല്ലോ കണ്ണൻ തന്റെ ജീവിത സഖിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഈ മഹാപാതകം എങ്ങനെ പൊറുക്കും? സദ്യക്ക് ലിസ്റ്റ് ഇടാൻ ഒരു പ്രത്യേക കമ്മിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു. ഇരിക്കട്ടെ, എല്ലാവരോടും പറഞ്ഞു പോയില്ലേ. തലേന്നത്തെ പാർട്ടിക്ക് എന്ത് കൊടുക്കണം തീരുമാനിക്കാൻ നമ്മളൊക്കെ പോരെ. എന്ത് വേണോന്ന് തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, അതൊക്കെ നിവർത്തിക്കാനുള്ള പണവും വേണ്ടേ? ഓ, അത് ശരി. അപ്പൊ കാശില്ലാത്തവന് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാന്ന്. അതെ, ഓ, എല്ലാ സ്ഥലത്തും ഞാൻ ഒരുത്തി എത്തണം. അല്ല മോനെ കണ്ണ, ഈശ എഴുതാൻ വരുന്നവർക്ക് ചായ കൊടുക്കണ്ടേ? ഈ എന്താ വേണ്ട ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്താ വേണ്ടത്? അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അത് വേണ്ടേ ഇത് വേണ്ടേ ചോദിക്കണ്ട. പിന്നെ ഞാൻ ആരോടെ ചോദിക്കണ്ടേ? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് ചോദിച്ചാലും എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്നു. ഇപ്പൊ തന്നെ എങ്ങനെ? ഇനി കല്യാണം കഴിഞ്ഞാല് എന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടണ്ടാവൂലല്ലോ. ഒന്നും മിണ്ടല്ലേ ലച്ചൂട്ടിയെ, ഓനൊന്നും ഉണ്ടായിട്ട് പറയല്ല. എല്ലാം എനിക്കറിയാം മോനെ. എന്ത് കുറഞ്ഞാലും ഈ അമ്മ സഹിക്കും. പക്ഷെ എന്റെ സ്നേഹം കുറഞ്ഞാല് അമ്മയോടുള്ള സ്നേഹം കുറയാൻ ഈ കണ്ണൻ മരിക്കണം. അമ്മയാണ് എന്റെ എല്ലാം. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ അങ്ങോട്ട് ചെയ്യും. ഒന്നിനും ഒരു കുറവും വേണ്ട. തിരുപ്പറമ്പത്ത് ലച്ചൂട്ടിയുടെ മോന്റെ കല്യാണം കണ്ട് നാട്ടുകാർ ഞെട്ടിത്തരിക്കണം. ചായ കുഞ്ഞപ്പവും പഴവും കൊടുക്കല്ലേ? കുറച്ച് കായ വറുത്തതും ഉണ്ട് കേട്ടോ. മതി, ധാരാളം എന്ന അമ്മ ചെല്ല്. ലച്ചൂട്ടിയമ്മേ, നമ്മൾ വന്നിട്ട് ചായക്ക് വെള്ളം വെച്ചോളി. അല്ല, കാരണം ഇവിടെ കുത്തിരിക്കുക. അപ്പൊ കമ്മിറ്റി തുടങ്ങല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, മെമ്പറും വരാനുണ്ടല്ലോ. ഓൻ എന്തിനാ കാത്തുത്തിരിക്കുന്നത്? ഞമ്മക്കാട്ട് തുടങ്ങാ. കല്യാണം ജനകീയമാവണമെങ്കിൽ ജനപ്രതിനിധി കൂടി വേണം. മാണ്ടേനി, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്വതന്ത്രത്തിലല്ല. അല്ല, ഞാൻ വൈകിയോ? ഇല്ല, വളരെ നേരത്തെയാ. ഒരു മെമ്പറുടെ തിരക്കേ കണ്ട അലവലാദികൾ മനസ്സിലാവൂല. കണ്ണന്റെ കല്യാണം ആവശ്യമല്ലേന്ന് കരുതിയ മറ്റു പല പരിപാടികളും മാറ്റിവെച്ച് ഞാൻ ഇവിടെ എത്തിയത്. പ്രസംഗം നിർത്തി കാര്യം പറയുന്നത്. അപ്പോൾ തലേന്നത്തെ പാർട്ടിക്ക് എന്ത് കൊടുക്കണം തീരുമാനിക്കാം. ആർക്കും അഭിപ്രായം പറയാം. ഞാൻ തന്നെ തുടങ്ങാം. മാണ്ട, കാരണ സ്ഥാനത്ത് ഒരാൾ കുത്തിരിക്കുമ്പോ മൂപ്പര് തന്നെ തുടങ്ങട്ടെ. കുഞ്ഞപ്പൻ മാമ അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായത്തിൽ നല്ല നാടനാവിലും പൂവമ്പഴം അസല. അഭിപ്രായം തരക്കേടില്ല, പക്ഷേ കളക്ഷൻ കുറയും. ഞമ്മക്കൊരു അഭിപ്രായമുണ്ട്. അഭിപ്രായം ഇരുമ്പലക്കല്ല, ആർക്കും പറയാം. ഒലക്കേന്റെ മൂടോന്ന അന്നോട് നമ്മൾ ചോദിച്ചില്ല. ദേ, വ്യക്തി വൈരാഗ്യം വെച്ച് സംസാരിക്കരുത്. അന്നോട് നമ്മൾ കൊടുക്കൂലടോ. അത്രക്കുണ്ട് നമ്മളെ വിഷമം. നെയ്ച്ചോറും കോയും മതി എന്നാണ് നമ്മളെ അഭിപ്രായം. അയ്യയ്യേ, അത് പഴഞ്ചനാണ്. പുതുമ വേണം. അതേസമയം ലളിതമായിരിക്കണം.
വിവാഹ ദൂരത്തിന് ഞങ്ങൾ എതിരാ. എന്നാ പിന്നെ മെമ്പറുടെ അഭിപ്രായം പറയും. എന്റെ അഭിപ്രായത്തിൽ പൊറോട്ടയും മട്ടൻ ചാപ്സും മതി. മെമ്പർ അഭിപ്രായം സ്വീകരിച്ചാല് നമ്മളെ കണ്ണം കുത്തുവാളെടുക്കും. നെയ്ച്ചോറും കോയി മതി. നാടനവിലും പോകുമ്പോഴും എന്താ മോശ? ഏയ് ഒന്നും മോശമല്ല. പക്ഷേ പൊറോട്ടയും മട്ടൻ ചാപ്സിനും ഒക്കൂല. അപ്പറഞ്ഞത് ശരിയല്ല. ഞാൻ പറയുന്നത് തന്നെയാ ശരി. നമ്മൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞ് ശരിയാക്കി തരി. കണ്ണ, നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇതാളെ വിളിച്ചു വരുത്തി അപമാനിക്കലായി പോയി. മെമ്പറെ ഒന്ന് സമാധാനിക്കും. എന്ന് സമാധാനിക്കാൻ എന്ത് കൊടുക്കണമെന്ന് കണ്ണൻ തീരുമാനിക്കാം. പക്ഷേ എന്റെ അഭിപ്രായത്തെ നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനമാണെങ്കിൽ ഈ വാർഡിൽ നിന്നും എനിക്ക് വോട്ട് ചെയ്ത ഒരുത്തരും ഈ പന്തലിൽ കയറില്ല. കണ്ണ, ഇതിപ്പോ വലിയ പ്രശ്നമായിരുന്നു. പാർട്ടിക്ക് ആള് വന്നില്ലെങ്കിൽ കവറിന് എണ്ണം കുറയും. അങ്ങനെ വന്നാൽ ഓ, എന്നാ പിന്നെ മട്ടൻ ചാപ്സും പൊറാട്ടി ആയിക്കോട്ടെ. കണ്ണ, എന്നാലും നിനക്ക് നേരത്തെ പറഞ്ഞുകൂടെയോ? ഞമ്മളെ വാക്കിന് ഒരു വിലയില്ലല്ലേ? ആയിക്കോട്ടെ. അന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച് സഹായിച്ചോന്നാ ഞമ്മള്. മമ്മുഞ്ഞുക്ക, എന്നിട്ടിപ്പോ സുധാര, മൂപ്പരെ പിണക്കരുത്. രണ്ടുപേർക്കും ഉചിതമായ ഒരു തീരുമാനം നീ എടുക്ക്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇവിടെ മെമ്പറും നമ്മുടെ മമ്മൂഞ്ഞക്കായും നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ ചെറിയൊരു മാറ്റം വരുത്തുക. നെയ്ച്ചോറും പൊറോട്ടയും ബെസ്റ്റ് കോമ്പിനേഷൻ. മട്ടൻ ചാപ്സിന് പകരം കടായി ചിക്കൻ മതി. ഊസാറായി പോയി. എല്ലാവരോടും കൂടി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞു, ആരും പുല്ലു വില തന്നില്ല. പിന്നെ ഞാനിനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അയ്യയ്യേ, കുഞ്ഞപ്പമ്മാമ അവിടെ ഇരിക്കേ. സുധാര, ഗുരുത്വദോഷം വേണ്ട. ഓരോ പൂവമ്മായും കൂടി ആയിക്കോട്ടെ. ഒരു പ്രശ്നമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും ഒരു വിഷമവും വേണ്ട. ചെറിയൊരു മാറ്റം കൂടി. തലേ ദിവസത്തെ പാർട്ടിക്ക് പൊറാട്ടയും നെയ്ച്ചോറും കടായി ചിക്കനും പിന്നെ ഒരു പൂവമ്പഴം. എന്താ പോരെ?
കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ണന്റെ കയ്യിൽ പെണ്ണിനെയും പിടിച്ചേൽപ്പിച്ച് എല്ലാരും യാത്രയായി. പക്ഷേ ചിലരൊന്നും രാത്രിയായിട്ടും അവിടം വിട്ടു പോയില്ല. ഒരു കല്യാണം കഴിഞ്ഞ പേരെയാണിത്. കണ്ണന്റെ ആദ്യ രാത്രി. എന്താ പറയാ, എനക്ക് എന്തെങ്കിലും ഒന്ന് മിണ്ടിയാല്. എത്തിരായി? 10:30. പടച്ചോനെ, കണ്ണൻ ഇതുവരെ കവർ എണ്ണി കഴിഞ്ഞില്ലേ? അല്ല, എത്തിരണ്ടാവും? എന്ത് പൈസ എത്തിരണ്ടാവുന്നു? അതെന്തിന് ഞാൻ അന്വേഷിക്കണം? മാണ്ട, എന്നാലേ ഞമ്മക്കത് അറിയണം. ആ സുധാകരനൊന്ന് പുറത്തേക്ക് വന്നാല് ഏകദേശം ഒരു കണക്ക് അറിയേനി. ഇതിപ്പോ എലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ടും കാത്തു കുത്തിരിക്കും പോലെയായി. സുധാകര, എത്തിരണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഇപ്പൊ കവറുകൾ പൊളിച്ച് പണം മാറ്റി വെച്ചത്. ഇനി 500-ന്റേത്, 200-ന്റേത്, 100-ന്റേത്, 50 എന്നിങ്ങനെ തരംതിരിക്കും. എന്നിട്ടാണ് എണ്ണല്. നേരെ വെളുക്കും ചിലപ്പോ. അല്ല, ഓന്റെ മണിയറെ കുത്തിന്നിട്ടാണോ എണ്ണുന്നത്? അതെ. അപ്പൊ പൊയ്യെണ്ണോ? ആരായാലും എണ്ണല് കഴിഞ്ഞേ മണിയറയിലേക്ക് പ്രവേശനം. അത് മതി. അതിന്റെ മുമ്പ് ഓളെ അങ്ങോട്ട് വിടരുത്. അതിനല്ലേ ഞാനിവിടെ കാവൽ നിൽക്കുന്നത്. സുധാര, നിന്റെ വാചാടി നിർത്ത്. എന്നെ പറഞ്ഞേക്ക്. കുഞ്ഞ, നീ ഇപ്പൊ വീട്ടിൽ നിന്റെ പണം ഞാൻ എത്തിച്ചു തരും. പറ്റില്ല. ഒന്ന് പതുക്കെ പറ. ഇപ്പൊ തന്നെ വാങ്ങിത്തരാം. തൽക്കാലം നീ ഇവിടെ നിൽക്കണ്ട. പഠിക്കല് കാത്തു നിന്നോ. പണവുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വേണം. ഏറ്റു മമ്മൂഞ്ഞുക്ക. നമ്മൾ അതൊന്ന് എണ്ണി കഴിഞ്ഞിട്ട് പോയിക്കോളാം. എത്തിരണ്ട് എന്നറിഞ്ഞാല് മനസമാധാനത്തോടെ പുരയിലേക്ക് പോവാലോ. അല്ല, മമ്മൂന് ഇതുവരെ പോയില്ലേ? ഇല്ല, എല്ലാം ഭംഗിയായി കഴിഞ്ഞു അല്ലേ മമ്മൂഞ്ഞെ? പിന്നല്ലാണ്ട് അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു കല്യാണം ഈ നാട്ടിൽ കഴിഞ്ഞില്ല. വാസ്തവം, ഒരു മാമാങ്കം തന്നെയല്ലേ കണ്ണൻ നടത്തിയത്. നമ്മളെല്ലാം ഒത്താസം കൊണ്ടാണ് അത് വിചാരിച്ചോളി. എന്റെ മുത്തപ്പ, നിങ്ങൾ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ശരിയാ, എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. ലച്ചൂട്ടിയെ, ഈ ഭാഗ്യം ചെയ്തോളാ. അല്ല, പുയ്യോട്ടി എടുത്തു മണിയറയിലേക്ക് പോയോ? ഇല്ല, ആടെ കണ്ണനും സുധാകരനും കൂടി കവർ എണ്ണിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വിടരുത്. അസംബന്ധം പറയുന്നു. അങ്ങനെ അല്ലാന്ന്. കണ്ണൻ കവർ എണ്ണിക്കൊണ്ടിരിക്കല്ലേ. അതൊന്നും അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എത്തിരണ്ട് അറിഞ്ഞിട്ട് വേണം മനസമാധാനത്തോടെ നമ്മളെ പുരയിലേക്ക് പോകാൻ. പടച്ച തമ്പുരാനെ, ഒരു ജാമ്യം ഇല്ലാണ്ടാണ് ₹1,00,000 ഓന് നമ്മൾ കൊടുത്ത്. അല്ലാ, അല്ല ഓ എന്തെടുക്കുക? പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? നല്ലൊരു പെൺകുട്ടിയാ. വാസ്തവം, എന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല. നമ്മളെ കണക്കും തെറ്റിയിട്ടില്ല. വലത്തെ കൈമൽ 6, ഇടത്തെ കൈമൽ 8, മൊത്തം 14 വള. കൈത്തില് നല്ല ഖനത്തിലും വലിപ്പത്തിലും 2 ചെയിന്, പിന്നെ നെറ്റിപ്പട്ടം പോലെ 1. എല്ലാം കൂടി 10-25 പവൻ ഉണ്ടാവും. ലച്ചൂട്ടി അമ്മേ, കാലുമ്പോൾ നിങ്ങൾ നോക്കിനിയോ? സ്വർണ്ണാണോ വെള്ളിയാണോ? നമ്മൾ ആർന്നും നോക്കി, കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അതൊന്നും നോക്കിയില്ല. എനിക്ക് അതൊന്നും കാണാൻ വേണ്ട അല്ലേ എടുത്തിയേ? അതെ, സ്വഭാവം നന്നാവണം, പെരുമാറാൻ അറിയണം. എനിക്ക് അതേ വേണ്ടു. എവിടെ കണ്ണൻ? അകത്തുണ്ട്. സുധാരണ ഓനുണ്ട്. എപ്പോഴാ പുറത്തേക്ക് എഴുന്നള്ളുന്നത്? കുറെ നേരമായി ഞാൻ ആ പഠിക്കൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മള് ഓനെ കാണാൻ തന്നെയാ നിൽക്കുന്നത്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ പന്തലിന്റെയും വാടക സാധനങ്ങളുടെയും വാടക കിട്ടണം. എന്നിട്ടേ കുഞ്ഞൻ പോകൂ. ലച്ചൂട്ടിയെ, ഈ കണ്ണൻ ചെന്നൊന്ന് വിളിക്കുക. അല്ല, മമ്മൂഞ്ഞ് ഇറങ്ങിയല്ലേ? ആ, അതെ. അങ്ങനെ ആരും തടി തപ്പാൻ നോക്കണ്ട.
പന്തല് കെട്ടാനുള്ള ജോറൊന്നും ഇപ്പൊ ആർക്കും കാണുന്നില്ലല്ലോ. ഇനിയും കാത്തു നിർത്തിയാല് ഈ കുഞ്ഞ കഞ്ഞിയാവും. എന്നാ പിന്നെ അക്കഞ്ഞി കുടിച്ചിട്ടായിട്ട് പോവാ. എന്തെങ്കിലും ഒന്ന് പറയേ. എന്നാ നമ്മുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റി. ആകപ്പാടെ 2,50,000. എന്റെ ദൈവമേ, നീ ഒന്നും കൂടെ എണ്ണി നോക്ക്. അനക്ക് തെറ്റിയതാവും. എത്ര ആൾക്കാർ വന്നു പോയതാ, ഓരൊക്കെ കവറും തന്നിട്ടുണ്ടാവും. ഒന്നും കൂടി ഒന്ന് നോക്ക്. എടോ, ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും എണ്ണീക്കുന്നു. ഇതെന്താ, കുറെ പ്രാവശ്യം എണ്ണിയ പണം കൂടി വരും. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി എണ്ണി നോക്ക്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും കവർ എണ്ണം കൊണ്ട് 1,650 എണ്ണുണ്ട്. അത് കണ്ട് ഞാനൊന്ന് സന്തോഷിച്ചതാ. അതല്ലാതെ കഴിച്ചതാവല്ലോ. പക്ഷെ പൊളിച്ചപ്പം ഒരുപാട് എണ്ണത്തിൽ ആശംസ കാതുകളായിരുന്നു. വല്ലാത്തൊരു ചതി. പന്തലിട്ട കുഞ്ഞനിട്ട് പഠിക്ക കാത്തെത്തുന്നു. മമ്മൂഞ്ഞിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധിപ്പിക്കാം. പക്ഷെ കുഞ്ഞൻ അമ്പനും വിഞ്ഞെടുക്കുക. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എനിക്കൊന്നും തിരിയുന്നില്ല. മമ്മൂഞ്ഞിക്ക, കുഞ്ഞൻ, മെമ്പർ, പലചരക്ക്, പച്ചക്കറി, തുണിപ്പീടിയ, ചത്തുക്കുട്ടിയേട്ടൻ, നാണേട്ടൻ. അതാരൊന്നും നോക്കണോ? വേറെ ആരാ? കുഞ്ഞൻ തന്നെ. ഈ രാത്രി ഇന്റെ മണിയറ വാതിൽ മുട്ടാൻ മാത്രം കഞ്ഞാണോ കുഞ്ഞൻ? അത് രാധയായിരുന്നോ? എന്താ രാധേ? എന്താ രാധയെന്നോ? ആദ്യ രാത്രി മണിയറയിലേക്ക് കയറി വന്ന നവവധുവിനോട് വരൻ ചോദിക്കേണ്ട ചോദ്യം തന്നെ. ക്ഷമിക്കണം സാറേ, ഞാൻ ഇവനേക്കാൾ വരാണ്ടനായിപ്പോയി. കണ്ണാ, ഇനി കണക്കൊക്കെ നാളെ നോക്കാം. ദൈവമേ, മണി 11:30 കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടോ. അയ്യോ വേണ്ട, കണ്ണേട്ടനെയും കാത്ത് ഉമ്മറത്ത് 2 പേര് ഇരിപ്പുണ്ട്. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഞാനിപ്പോ വരാന്ന് പറയൂ. ഓ, പുറത്തിരിക്കുന്നവരോട് ഞാനിപ്പോ എന്ത് സമാധാന പറയാ സുധാകര? നീ ഇപ്പം ഒന്നും പറയാൻ പോടാ. ഇന്നൊരു രാത്രി അവരെ ഞാൻ കൈകാര്യം ചെയ്യും. ഒരു രാത്രി കൊണ്ടൊന്നും ഇന്റെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ. നീ ഇപ്പൊ ഓരോന്ന് ആലോചിച്ച് BP കൂട്ടണ്ട. ഇത് നിങ്ങളുടെ ആദ്യ രാത്രിയാണ്. എന്നും മധുരിക്കുന്ന, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന മധുവിധ രാത്രി. ദൈവമേ, കടമായി കല്യാണം കഴിക്കുന്ന ഓരോരുത്തരുടെയും ആദ്യ രാത്രി ഇങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു രാത്രി എനിക്കുണ്ടാവരുതേ. സുധാകര, വധൂവരന്മാർക്ക് ശുഭസുന്ദര രാത്രി ആശംസകൾ. ഗുഡ് നൈറ്റ്. ദൈവമേ, എനിക്ക് കണക്കുകൾ തെറ്റുന്നു. ഹരിച്ചും കുടിച്ചും കൂട്ടിയും കിഴിച്ചും അക്കങ്ങളിൽ ഭീമമായ നഷ്ടം മാത്രം. നാളെ പുലരുമ്പോൾ കടക്കാരുടെ മുന്നിൽ എങ്ങനെ കണക്ക് തീർത്ത് കൈയൊഴിയും? ചോദിച്ചവരെല്ലാം കടം തന്നു, കിട്ടിയതെല്ലാം ചിലവാക്കി. അവരോടെല്ലാം എന്ത് സമാധാനം പറയും? ഈ രാത്രി പുലരുമ്പോൾ ദൈവമേ, ഇന്ന് രാത്രി ഒരിക്കലും പുലരാതിരുന്നെങ്കിൽ. അല്ല, രാധ കാത്തിരുന്ന് മോഷണോ? ഏയ്, കണ്ണേട്ടൻ കണക്കിന്റെ ലോകത്തായിരുന്നോ? അതെ അതെ, സ്കൂൾ പഠിക്കുമ്പോഴേ എനിക്ക് കണക്കിനോട് വലിയ താല്പര്യമായിരുന്നു. കണക്ക് വളരെ രസാ. കേട്ടിട്ടില്ലേ ലസാഗു, ഉസാഗ എന്നൊക്കെ? പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പഠിച്ച ഫോർമുലകളൊന്നും മതിയാവില്ല ഉത്തരം കണ്ടെത്താൻ. എനിക്ക് ഒട്ടും താല്പര്യമില്ല കണക്കില്. ആണോ? എന്നാ വേണ്ട.
കല്യാണത്തിന് ഒരുപാട് ആളുണ്ടായിരുന്നു അല്ലേ? ആ, എന്നിട്ടും കുറെ പേരെ വിട്ടുപോയി. ഇനി കാണുമ്പോഴൊക്കെ പരിഭവം പറയും. രാധയ്ക്ക് വീടൊക്കെ ഇഷ്ടമായോ? വീട് മാത്രല്ല, വീട്ടുകാരെയും, പ്രത്യേകിച്ച് കുഞ്ഞപ്പ മാമയെ. അപ്പൊ എന്നെയോ? അതൊക്കെ ശരിയാണ്. നിങ്ങളിപ്പോ ഈ സമയത്ത് എന്താ ചെയ്യാ? എന്തൊരു ബഹളം! അത് അടുത്ത വീട്ടിലായി. ഈ മുറ്റത്തു നിന്നാണല്ലോ. ആണോ? പക്ഷെ അത് ബഹളല്ല. പിന്നെന്താ? അത് കല്യാണം കഴിഞ്ഞതിന്റെ ആഘോഷം. ഈ പാതിരയ്ക്ക് ബഹളം വച്ചാണോ ആഘോഷം? രാധേ, ഒരുപാട് ദിവസമായി അവരൊക്കെ കല്യാണത്തിന്റെ ഒത്താശയിലായിരുന്നല്ലോ. ഞാനവർക്കൊരു കുപ്പി വാങ്ങിച്ചു കൊടുത്തു. അതുള്ളിൽ ചെന്നതിന്റെ ബഹള. രാധ ചെന്ന് ആ വാതിലടച്ചേക്കും. ഓ, ദൈവമേ, എന്റെ ആദ്യ രാത്രി. രാധേ, രാധേ, കേട്ടില്ലേ? കോഴി കൂവി, കോഴി കൂവി. അയ്യോ, ഇനി ഇനി കണ്ണേട്ടാ, എങ്ങോട്ടാ ഈ നേരത്ത്? നേരെ ശരിക്കും പുലർന്നിട്ടില്ലല്ലോ. കോഴി കൂവി എന്ന് കേട്ടില്ലേ? അതിനിപ്പ എന്താ? ഈ കണ്ണേട്ടന് എന്ത് പറ്റി? കോഴി കൂവുന്നത് സാധാരണയല്ലേ? ഇത് സാധാരണ കോഴിയല്ല, കുഞ്ഞു കോഴിയാ. നീ എന്താ ചിരിക്കുന്നത്? ഇനിയിപ്പം കാക്ക കരയും. നേരെ പുലരുമ്പോ ഇതൊക്കെ സാധാരണയല്ലേ? ഇത് സാധാരണ കാക്കയല്ല, മമ്മൂഞ്ഞി കാക്ക. കണ്ണേട്ടൻ എന്താ ഉറക്കപ്പിച്ച് പറയാ? വാ വാ, വന്ന് കിടന്നോളൂ. ഇല്ല, ഇനി എനിക്ക് ഒരു ഉറക്കത്തിനുള്ള സമയമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതിനീ നേരെ ഒന്ന് വെളുത്തോട്ടെ. ഇതാണ് പറ്റിയ നേരം. ഓടാൻ പോവുക? തടി കുറയ്ക്കാനാണോ? അല്ല, ഉരുക്ക് പോലാകാൻ, തൊലിക്കട്ടി വെക്കാൻ. നീ പോയി കിടന്നു. എന്നാ ഞാനും വരാം. വ്യായാമം സ്ത്രീകൾക്കും നല്ലതല്ലേ? കണ്ണേട്ടനൊരു കമ്പനിയാവും. തനിച്ചോടണ്ട. തനിച്ചാണെന്ന് ആര് പറഞ്ഞു? എന്റെ പിന്നാലെ ഓടാൻ ഒരുപാട് പേരുണ്ട്. യാത പോയി കിടന്നു. ആ, ശരി. മോളെ, കണ്ണനേടെ? നേരം വെളുക്കുന്നതിന് മുന്നേ എണീറ്റ് ഓടാൻ പോയി. ഓടാനോ? ആ, തടി കുറയ്ക്കാനാണത്രേ. ഓൻ അതിനകത്തൊക്കെ തടി ഉണ്ടോ? ഈ പറഞ്ഞതാ ഓടാൻ? അല്ല, പതിവ് ഓട്ടമാണെന്ന് പറഞ്ഞു. ഓനോ നേരം 10 മണിയായാലും ഉണരാത്തോനാ. ഇതിപ്പോ എന്താ ഒരു പുതുമാതിരി? നന്നാവട്ടെ. ഓന്റെ ദുശീലങ്ങളൊക്കെ ഇനി മോള് വേണട്ടോ മാറ്റിയെടുക്കാൻ. അമ്മേ, ഞാൻ ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായില്ലേ? ആരാ? ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. ഓ, പരിചയപ്പെടാൻ ഇനിയും സമയമുണ്ടല്ലോ. അല്ല, കണ്ണിന് എണീറ്റില്ലേ? കണ്ണേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയി? കാലത്ത് എന്റെ വീട്ടിലെത്താന്ന് പറഞ്ഞിരുന്നു. കാണാത്തോണ്ട് ഞാനിങ്ങ് പോന്നു. ഓടാൻ പോയതാ. ഓടാനോ? അത് വ്യായാമം. ആ, വന്നാലുടൻ പഞ്ചായത്ത് ഓഫീസിൽ എത്താൻ പറയണം. മറ്റൊന്നിനല്ല. ആ, രാധയ്ക്ക് കണ്ണം കെട്ടിയ താലി ഞാൻ കടമായി വാങ്ങിക്കൊടുത്തതാ. പണം എത്തിച്ചു കൊടുക്കണോ? അല്ല, കണ്ണൻ കറക്റ്റാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ. മോളെ, കണ്ണനെ വിളിക്ക്. ഇവിടെ ഇല്ല. ഏടെ പോയി? കാലത്ത് കാക്ക കരണതിന് മുമ്പ് എന്റെ കുടിയിലെത്താന്ന് പറഞ്ഞതാ, ഇതുവരെ വന്നിട്ടില്ല. ഓടാൻ ഇറങ്ങിയതാ. വ്യായാമം. ഓടാനും? ഈ സത്യം പറ, ഓനേടെ? സത്യമായിട്ട് ഇവിടെ ഇല്ല. പടച്ച തമ്പുരാനെ ചതിച്ചോ? ഒരു ജാമ്യം ഇല്ലാണ്ടാണ് 1,00,000 ഓന് ഞമ്മള് കൊടുത്ത്. എങ്ങോട്ടേക്ക് ഓന് ഓടിയത്? ദാ ആ ഭാഗത്തേക്ക്. കണ്ണനോടെ? ഇവിടെ ഇല്ല. ഓടാൻ ഇറങ്ങിയതാ. ഓടാനോ? നിങ്ങളെന്താ ആളെ മക്കറാക്കുക? ഇന്നലെ രാത്രി കാല് പിടിച്ച് കരഞ്ഞതിനെ കൊണ്ടാ ഞാൻ ഇവിടുന്ന് പോയത്. അതിന്റെ തെറ്റായി പോയി.
കുഞ്ഞിനെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഓൻ എങ്ങോട്ടാ ഓടിയത്? ദാ ആ ഭാഗത്തേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇന്നത്തോടെ ഓന്റെ ഓട്ടം ഞാൻ നിർത്തിക്കും. കുഞ്ഞുമാമേ, കണ്ണേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഓടാൻ ഇറങ്ങിയതല്ലേ, വിയർക്കും വരെ ഓടിയാലേ വ്യായാമം പൂർണ്ണാവൂ. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, ഇത് കടം കൊടുത്തവന്റെയും വാങ്ങിയവന്റെയും ധർമ്മസങ്കടങ്ങളുടെ അധ്യായങ്ങളാണ്. നേരും നെറിയും ചെയ്യാൻ സമയമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പലതും മനസ്സിലാകുന്നുണ്ട്. എന്ത്? അത് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കി തരാം. കണ്ണൻ എവിടെ? ഒന്ന് വിളിക്കേ. ഇവിടെ ഇല്ല. ഇന്നലെ പോയതാ. ആരാ? മനസ്സിലായില്ല. മനസ്സിലാവൂല. കല്യാണത്തിനുള്ള അരിയും പലചരക്കും കടം വാങ്ങുമ്പോ നല്ലോണം മനസ്സിലായിരുന്നു. പാർട്ടി കഴിഞ്ഞ് കിട്ടുന്ന പണം പിറ്റേന്ന് തന്നെ കയ്യിലെത്തിക്കുന്നു പറഞ്ഞിട്ടാ ഞാൻ വാരിക്കോരി കടം കൊടുത്തത്. അല്ല, ഓന്റെ സിൽവന്തി സുധാകരൻ ഇവിടെ ഉണ്ടോ? കണ്ണേട്ടനും സുധാകരേട്ടനും കൂടി പോയതാ. കണ്ണനെ ഒന്ന് വിളിക്കേ. കണ്ണൻ ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? കള്ളം പറയരുത്. ഞാൻ കട തുടങ്ങിട്ട് 2 ദിവസമായി. കല്യാണാടി കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ ഒരു സാധനം തരൂല. കട കാലിയാക്കിയിട്ടാ എല്ലാ സാധനവും കല്യാണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതേ, തരാനുള്ളത് 1-2 ഉറുപ്പി 80,000. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാനിവിടുന്ന് പോണുള്ളൂ. ഓൻ എന്തെങ്കിലും തിരുമറി ചെയ്ത് പണം കൊണ്ട് വൈകുന്നേരം വരും. നേരാണല്ലോ. നിങ്ങളെ 3 വാക്ക് വിശ്വസിച്ച് ഞാൻ പോവുക. നിന്റെ കുടുംബ പട്ടിണിയാക്കരുത്. ഞാൻ അന്നേ പറഞ്ഞതാ, ആന തൂറും പോലെ മുയലിനെ കൊണ്ടാവൂലെന്ന്. ഒക്കെ ആ വാലാപ്പന്റെ പണിയാ, ആ സുധാകരന്റെ. ഈ കുട്ടി ഇവിടെ ഉണ്ടായിപ്പോയി. അല്ലെങ്കില് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കായിരുന്നു. കണ്ണം വന്നോ? ജ്വല്ലറിക്കാരോട് സമാധാനം പറഞ്ഞ ഞാൻ മടുത്തു. നിന്റെ മാനം പോയി. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവരുടെ ചീത്തപ്പേരും കിട്ടി. മെമ്പർ ഒരുപാട് പ്രാവശ്യം തെരഞ്ഞു വന്നതൊക്കെ ഞാൻ ഉള്ളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കാലത്ത് ഇവിടുന്ന് പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഓനിങ്ങനെ എത്ര ദിവസം വിളിച്ചു നടക്കും? മെമ്പറെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല. അത് പരിഹരിക്കാൻ വേണ്ട ചെയ്യണോ? ഇന്നും കൂടെ അവധി തരാം. നാളെ രാവിലെ ഞാൻ വരും. ഇന്റെ പണം വാങ്ങിയിട്ട് ഞാൻ പോവും. എന്നോടാ കളി ഞാൻ പഠിപ്പിക്കും. അല്ല പിന്നെ അയ്യോ മോളെ, രാധേ, രാധേ, വാതിൽ തുറക്ക്. ഇത് ഞാനാ. രാധേ, വാതിൽ തുറക്ക്. ആ വരാ, തുറക്കാം. കണ്ണേട്ടൻ എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പകല് മുഴുവൻ പലരും കണ്ണേട്ടനെ അന്വേഷിച്ചു വന്നു. കയ്യോടെ പിടിക്കാൻ നടക്കുക എല്ലാരും. ഇനി എത്ര നാളിങ്ങനെ കള്ളരെ പോലെ ഒളിച്ചു നടക്കും? എല്ലാത്തിനും ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഞാൻ പറയാം. അല്ല കണ്ണേട്ടാ, ഇത്രയേറെ കടം വരുത്തി വെച്ചുകൊണ്ട് ഒരു ആഘോഷാക്കണമായിരുന്നോ നമ്മുടെ വിവാഹം? എല്ലാം എന്റെ പിഴ. കല്യാണം ജീവിതത്തിൽ ഒരിക്കലല്ല എന്ന് കരുതി ക്ഷണക്കത്ത് കൊടുത്തു തുടങ്ങിയപ്പോഴേ നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് പോയി. അഭിപ്രായം പറയാനും തൽക്കാലം കടന്നു സഹായിക്കാനും പലരും എത്തി. എന്റെ മംഗല്യം കെങ്കേമമാക്കാനുള്ള അവരുടെ ശുഷ്കാന്തി കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? രാധ തെറ്റിദ്ധരിക്കരുത്. എന്താ അത്? മനസ്സുണ്ടായിട്ടല്ല, എന്റെ ഗതികേട് കൊണ്ടാ. കണ്ണേട്ട കാര്യം പറ. തൽക്കാലം നിന്റെ ആഭരണങ്ങൾ നമുക്ക് വിൽക്കാം. രാധയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. നമുക്കൂടാതെ തന്നെ തിരിച്ചു വാങ്ങാം. വേണ്ട വേണ്ട കണ്ണേട്ട, ആഭരണങ്ങൾ വിൽക്കണ്ട. ഇതല്ലാതെ വേറൊരു വഴിയും എന്റെ മുന്നിലില്ല. കണ്ണേട്ടൻ അത് മാത്രം എന്നോട് ചോദിക്കരുത്. അപ്പോൾ നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ ആഭരണങ്ങളാണല്ലേ? ദൈവമേ, ഞാൻ എന്താ പറയേണ്ടത്? എന്താ
നിനക്ക് ഉത്തരം മുട്ടിപ്പോയോ? പൊന്നിനോടുള്ള നിന്റെ ഒടുങ്ങാത്ത ആർത്തി നിന്നെ അതിന് അനുവദിക്കുന്നില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ആവരണങ്ങൾ തരാൻ പറ്റില്ല. ആ, എന്നെ അടിച്ചോളൂ, ഈ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിക്കോളൂ. എന്നാലും ഇതൊന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുഴുവനും മുക്കുമുണ്ടകളാണ്. സത്യം, എന്റെ അച്ഛനെ പണം കൊടുത്ത് സഹായിക്കാമെന്ന് ഏറ്റവർ അവസാനം വാക്ക് മാറി. എനിക്കിതെല്ലാം ധരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നു. 4-5 മാസത്തിനുള്ളിൽ അച്ഛൻ എല്ലാം വാങ്ങിത്തരും. അതുവരെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു ചണ്ട? അല്ല, മോള് കരയ, എന്താ ഉണ്ടായേ? കണ്ണ, ഇതൊക്കെ എന്താ പറ്റിയത്? എനിക്കറിയില്ല. മോനെ, പെണ്ണിന്റെ കണ്ണീര് വീണാൽ, അവളുടെ ശാപമേറ്റാൽ ആ തറവാട് മുടിയും. അതിനിടവരുത്താതെ നോക്കേണ്ടത് നമ്മളാണ്. നിന്റെ അച്ഛന്റെ വീട്ടിൽ ഒരു നരകം അനുഭവിച്ചതിന്റെ പൊള്ളുന്ന ഓർമ്മയുണ്ട് എനിക്ക്. ആ അനുഭവം ഈ വീട്ടിൽ ഇവൾക്കുണ്ടാവരുത്. അമ്മേ, കണ്ണേട്ടൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് മോള് സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇന്നലെ നീ പോയി കഴിഞ്ഞ് ഈ പാതിരാത്രി നീ തിരിച്ചെത്തുന്നത് വരെ വഴിക്കണ്ണുമായി കാത്തിരുന്നതാ ഇവള്, മതിയായ ജലപാനം പോലും ഇല്ലാതെ. കടക്കാർ ഓരോരുത്തരും നിന്നെ കുറ്റപ്പെടുത്തി പ്രാകുമ്പോഴും ക്ഷമയോടെ നിനക്ക് വേണ്ടി വാദിച്ചവളാ ഇവള്. അമ്മേ, തെറ്റ് എന്റെ ഭാഗത്താണ്. അമ്മയും മുത്തമ്മയും എന്നോട് ക്ഷമിക്കണം. നിന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഹാ, നേരെ ഒരുപാട് വൈകി. ഇനി രണ്ടാളും പോയി കിടന്നുറങ്ങ്. നേരം വെളുക്കുമ്പോഴേക്ക് ഒരു വഴി മുന്നിൽ തെളിയും. ഈശ്വരന്മാര് തെളിയിച്ചു തരൂ. ചെല്ല്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പകൽ എവിടെയെങ്കിലും ഒളിച്ചു കഴിഞ്ഞ് രാത്രി വൈകുമ്പോൾ മാത്രം വീട്ടിലെത്തുക കണ്ണന്റെ പതിവായി. കടക്കാരോട് അവധി പറഞ്ഞ് അമ്മയും ഭാര്യയും മടുത്തു. കടക്കാരുടെ പരുഷമൊഴികൾ കേട്ട് അവരുടെ ചെവി തഴമ്പിച്ചു. എല്ലാത്തിനും മധ്യസ്ഥം നിന്ന പ്രിയ കൂട്ടുകാരൻ സുധാകരൻ ചെന്നൈക്ക് നാടുവിട്ടു. അങ്ങനെ കടക്കാരിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി, വിടാനെ അതെ, വിടരുത് ആ കർണ ഹിമാറിനെ. നമ്മളെ പറ്റിച്ച് മുങ്ങി നടക്കവേ. അതെ, എന്റെ അടുത്തും വന്ന് ഇനി കടം ചോദിക്കേ, ഓളെ വളപണം വെക്കേ. കൊടുത്തില്ലെങ്കിലേ ഓളിനെ പോരെ കയറ്റൂലേ ഇനി. ഞാൻ പറഞ്ഞില്ലേ, ഓളെ കാണാൻ അവൻ പതുങ്ങി വരുന്നു. ആരൊക്കെയോ അങ്ങോട്ട് വരുന്നുണ്ട്. അതവരാണ് എനിക്ക് കടം തന്നവർ. അവരെന്നെ കൈയോടെ പിടിക്കാൻ വരികയാണ്. കണ്ണാടി അകത്തേക്ക് പോ. ഇല്ല, ഇനി ഞാൻ ഒളിക്കുന്നില്ല. അവരുടെ മുമ്പിൽ കീഴടങ്ങാൻ പോവാ. കണ്ണേട്ട, അകത്തേക്ക് പോയിക്കോളൂ. കണ്ണേട്ടനെ അവരെന്തെങ്കിലും ചെയ്യും. ഏയ്, രാധ ഭയപ്പെടേണ്ട, അവരെന്നെ ഒന്നും ചെയ്യില്ല. കണ്ണ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. എടാ കള്ള ഹിമാറെ, അന്നെ വിശ്വസിച്ച് ഞമ്മള് കായ് തന്നിട്ട് ഇജ്ജ് ഞമ്മളെ ചതിക്കാൻ നോക്കിയില്ലേ? ഇവനോടൊന്നും വർത്താനം പറഞ്ഞു നിൽക്കാതെ വലിച്ചു പുറത്തേക്ക് നിന്ന്. അതെ, നാളെ നെടുമ്പുറത്ത് കിട്ടുമ്പോ ഓൻ കാര്യം പറയും. വേണ്ട, ഇന്ന് വെച്ച് എല്ലാവർക്കും കിട്ടാനുള്ള പണത്തിന് ഒരു തീരുമാനമാക്കി ഞങ്ങളോട് പോകും. ഒന്നൊക്കെ ഞമ്മളെ കായ്, അല്ലെങ്കിൽ ഇവന്റെ മയ്യത്ത്. കണ്ടോലെ പണം കണ്ടിച്ച് കടം വാങ്ങി കല്യാണം അടിച്ചു പൊളിച്ചതല്ലേ, അനുഭവിക്കട്ടെ. എന്താണ്ടാ ഈ ഒന്നും മിണ്ടാത്തത്? എന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഉളുപ്പുണ്ടടാ എനക്ക് ഹാമുക്കെ. ഇനിയും ഇങ്ങനെ അസഭ്യം പറയരുത്. എവിടുന്നോ ഏന്തി വലിഞ്ഞ് വന്നിട്ട് ഞമ്മളെ നേരെ കുറയ്ക്കണ്ട. അപ്പൊ എനക്ക് മുണ്ടാട്ടം മുട്ടിയിട്ടില്ല. പറ, എന്താ കണ്ണന് തീരുമാനം? എല്ലാവരുടെയും പണം ഞാൻ തരാം. എപ്പോൾ? എങ്ങനെ? ഈ വീടും പറമ്പും വിറ്റ് നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ തീരുമാനിച്ചു. കണ്ണ, തീരുമാനിച്ചുകൊണ്ടായില്ലല്ലോ. അതിന് ഞാൻ മെമ്പറെ ചുമതലപ്പെടുത്തുന്നു. ഇത് വിറ്റ് കടം വീട്ടിയതിനു ശേഷം മിച്ചമുള്ളത് എനിക്ക് തരിക. ഇതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഈ വീടിന്റെ ആധാരം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. മതി, അത് മതി. എന്താ മമ്മനിക്ക? എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഞമ്മക്ക് ഞമ്മളെ കായ് കിട്ടിയാ മതി. ആ, എന്നാ വരും. മോനെ കണ്ട, കണ്ടേട്ട. അമ്മേ, രാധേ, നിങ്ങൾ ആരും കരയരുത്.
പേടിയില്ല. മോനെ കണ്ണ, ആരും കരയരുത്. ബാക്കി പണം കൊണ്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു തുണ്ട് സ്ഥലം നമുക്ക് വാങ്ങാം. അവിടെ ഒരു കുടിൽ വെച്ച് സമാധാനത്തോടെ സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാം. ലക്ഷ്മി, ഞാൻ ഇറങ്ങുക. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും കാണും വകയിൽ ചില ബന്ധുക്കൾ. കുഞ്ഞപ്പേട്ടൻ പോകരുതെന്ന് നീ പറയില്ല. കാരണം നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങണല്ലോ. കണ്ണാ, ഞാൻ ഇറങ്ങട്ടെ. നല്ല കാലത്ത് കല്യാണം കഴിക്കാതെ തെണ്ടി നടന്നതുകൊണ്ട് എനിക്ക് വീടും കുടുംബവും ഇല്ലാതെ പോയി. നിനക്കാണെങ്കിൽ ഒരു ആലോചനയും ഇല്ലാതെ കല്യാണമാമാങ്കം നടത്തിയത് കൊണ്ട് വീടും നഷ്ടപ്പെട്ടു. എന്നാലും ഒരു കുടുംബം ഉണ്ടല്ലോ. സാരല്ല, രണ്ടും രണ്ട് അനുഭവങ്ങൾ, വിലപ്പെട്ട പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ലതേ വരൂ. കുഞ്ഞപ്പ മാമ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനോ? നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ എന്റെ ഭാര്യയെയും പ്രായമായ അമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? കുഞ്ഞപ്പ മാമ വിചാരിച്ചാൽ വകയിൽ ആരുടെയെങ്കിലും കൂടെ താമസിച്ചൂടെ? അങ്ങനെ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ട്. അങ്ങ് ചെലവൂര് അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു നാണിക്കുട്ടിയുണ്ട്. ആരായി നാണിക്കുട്ടി? എന്റെ ചെറിയ മോൻ കണാരന്റെ അളിയൻ, കേശവന്റെ ഭാര്യയുടെ ചെറിയമ്മയുടെ മകൻ ഗംഗാധരന്റെ ഭാര്യയുടെ അനിയത്തിയാ. എന്താ, അടുത്ത ബന്ധല്ലേ? ഇതോടുകൂടി ഈ നാടകം ഇവിടെ പൂർണ്ണമാകും. ഞങ്ങൾക്ക് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഹരഹര മഹാദേവ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്കും പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. നാടകരചന പ്രദീപ് കുമാർ കാവുന്തർ, രംഗപാട് സംവിധാനം വിജയൻ കാരന്തൂർ. സ്റ്റേജിൽ കയറുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവർ ചെയ്തു തന്നെയാണ് നമ്മൾ വിശ്വാസം. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഈ നാടകം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഹരഹര മഹാദേവ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഞങ്ങൾ നടീനടന്മാരുടെ പേരിൽ, ഈ നാടക പ്രവർത്തകരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹരഹര മഹാദേവന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ മഹത്സന്നിധിയെ പരിപാടി അവതരിപ്പിച്ച കലാകാരന്മാർക്ക് ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ കലാകാരന്മാരെ യാത്രയാക്കാം.